കോഴിക്കോട് മാനിപുരം പുഴയിൽ കാണാതായ 10 വയസ്സുകാരിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിച്ചു. വെള്ളിയാഴ്ചയാണ് തൻഹയെ കാണാതായത്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. സമീർ, കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ തിരച്ചിൽ തുടരുന്നുണ്ടായിരുന്നു, പക്ഷേ വിവരമില്ല. ഇന്നിപ്പോൾ തിരച്ചിൽ എങ്ങനെയാണ് നടത്തുന്നത്? വിവരങ്ങൾ എന്താണ് സമീർ? ശ്രീജിത്ത്, വെള്ളിയാഴ്ച വൈകിട്ട് 4:30 കൂടിയാണ് കുടുംബസമേതം എത്തിയതിൽ ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ആ കുട്ടിയുടെ സഹോദരനും ഒഴുക്കിൽപ്പെട്ടത്. പൊന്നാനിയിൽ നിന്ന് കൊടുവള്ളിയിൽ വിവാഹത്തിനെത്തിയതായിരുന്നു ഈ സംഘം. അതിനിടയിലാണ് ഇവർ കൊടുവള്ളി മാനിപുരം പുഴയിലേക്ക് കുളിക്കാനെത്തിയത്. മാതാവും അതുപോലെ തന്നെ 2 കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. അവരിലാണ് 12 വയസ്സുള്ള കുട്ടി വെള്ളത്തിലേക്ക് വീഴുന്നു. ആ കുട്ടിയെ നാട്ടുകാർ രക്ഷിക്കാൻ കഴിഞ്ഞു. എന്നാൽ 10 വയസ്സുകാരായിട്ടുള്ള തൻഹ എന്നുള്ള ആ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2 ദിവസമായി തിരച്ചിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുഴയിൽ വലിയ രീതിയിലുള്ള വെള്ളം ഇല്ല എന്നുള്ളതാണ്. അതായത് ഒഴുക്കിൽ ഒരു കാര്യമായ കുറവുണ്ട്. അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയുമാണ്. അതുകൊണ്ട് തന്നെ കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ചേർന്നുകൊണ്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നത്. കുട്ടിയെ കാണാതായ ആ പാറയുടെ താഴ്ഭാഗത്ത് വലിയ രീതിയിലുള്ള മുളങ്കാടുണ്ട്. അതുകൊണ്ട് തന്നെ താഴ്ന്നു പോയിട്ടുണ്ട് എങ്കിൽ ആ മുളങ്കാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടത്തേണ്ടത്. പക്ഷേ അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ JCB ഒക്കെ എത്തിച്ചുകൊണ്ട് ആ മുളങ്കാട് നീക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടേക്ക് മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അതായത് ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ ആ ഭാഗത്ത് മുങ്ങി പരിശോധിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. മുള്ള് ഉള്ളത് കൊണ്ട് തന്നെ താഴ്ഭാഗത്തേക്ക് എത്താൻ കഴിയുന്നില്ല. ഈ കുട്ടി ഏതെങ്കിലും ഭാഗത്ത് പൊങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിക്കൊണ്ട് അതിൻ്റെ മുകൾ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഈ 2 ഭാഗങ്ങളിലും വലിയ കാട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കാടിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഡിങ്കി ബോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഫയർഫോഴ്സ് പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 3-ാം ദിവസത്തെ തിരച്ചിലാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. റിജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.